അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം മുംബൈ വെച്ച് നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവിടുത്തെ മലയാളി സമാജങ്ങളടക്കം പോലീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളടക്കം ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടി വ്യാപകമായി തെരച്ചിൽ നടക്കുന്നു. പെൺകുട്ടികൾ വീണ്ടും പനവേലിലേക്ക് പോയി പനവേലിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു നീക്കമാണോ നടത്തിയത് എന്നൊരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ പനവേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ പെൺകുട്ടികൾ പനവേലിലേക്ക് എത്തുകയാണെങ്കിൽ അവരെ ഉടൻ തന്നെ കണ്ടെത്താനാകും എന്നുള്ള പ്രതീക്ഷയാണ് പോലീസും പങ്കുവയ്ക്കുന്നത്. അതേസമയം തന്നെ ട്രെയിനിന് പകരം മറ്റേതെങ്കിലും യാത്രാ മാർഗ്ഗങ്ങൾ പെൺകുട്ടികൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ കണ്ടെത്തുക എന്നത് ഏറെ പ്രയാസകരമായിരിക്കും. അപ്പോൾ അക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഏകദേശം 50-ലധികം ആളുകളെ ഇപ്പോൾ തന്നെ പെൺകുട്ടികളെ കണ്ടെത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. അപർണ, അഷ്കർ, ഈ റഹീം അസ്ലം പറയുന്നത് പ്രകാരമാണെങ്കിൽ കുട്ടികളെ സുരക്ഷിതമായി മുംബൈയിൽ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് അയാൾക്കുണ്ടായിരുന്നത് എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും കുട്ടികളുടെ കരുതലിനെ തുടർന്നാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെങ്കിൽ അവരെവിടെയെങ്കിലും സുരക്ഷിതരായി എത്തി എന്ന് ഉറപ്പിക്കാതെ അയാൾ തിരിച്ചു പോരാൻ തയ്യാറാവില്ലല്ലോ. ഇവിടെ അങ്ങനെയല്ല ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. CST അതായത് ഛത്രപതി ശിവജി ടെർമിനൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. അവിടെ കുട്ടികളെ എത്തിച്ചതിന് ശേഷം എന്തടിസ്ഥാനത്തിലാണ് കുട്ടികളുടെ നന്മയെ കരുതി കൂടെ പോയി എന്ന് പറയുന്ന ഒരാൾ തിരിച്ചു വന്നത്? ഈ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസ്യതയിൽ എടുത്തിട്ടുണ്ടോ? റഹീമുമായി ബന്ധപ്പെട്ട റഹീം അസ്ലം പറഞ്ഞ മൊഴികളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും പോലീസിന് നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ ഒരു സൗഹൃദത്തിന് പുറത്ത് മാത്രം 16 വയസ്സ് മാത്രം പ്രായമുള്ള 2 പെൺകുട്ടികളുമായി ഇത്തരത്തിൽ ഒരു ദീർഘദൂര യാത്രയ്ക്ക് എന്തുകൊണ്ട് റഹീം അസ്ലം പുറപ്പെട്ടു? എങ്ങനെയാണ് പെൺകുട്ടികളുമായുള്ള റഹീം അസ്ലമിൻ്റെ ബന്ധം? ഇത്രത്തോളം അടുപ്പം ഇവർ തമ്മിൽ എങ്ങനെ ഉണ്ടായി? മാത്രമല്ല പനവേലിൽ എത്തിച്ച് തിരിച്ചു വരാനായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ 2 പെൺകുട്ടികളുമായി റഹീം അസ്ലം യാത്ര തിരിച്ചത് എന്തിനടക്കം നിരവധി ചോദ്യങ്ങൾ, ഈ അപർണ സൂചിപ്പിച്ചതുപോലെയുള്ള നിരവധി ചോദ്യങ്ങൾ പോലീസിൻ്റെ മക്കളുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോൾ ആ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളെ കണ്ടെത്തി അവരെ സുരക്ഷിതമായി വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് റഹീം അസ്ലമിൻ്റെ സഹായവും പോലീസിന് നിർണായകമാണ്. ആ സഹായം ഉദ്ദേശിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുകയും ചെയ്യുന്നത്. അതിനുശേഷം റഹീം അസ്ലമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വ്യക്തത പിന്നീട് വരുത്താമെന്നുള്ള നിലപാടാണ് പോലീസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഏതെങ്കിലും വിധത്തിൽ പെൺകുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണോ റഹീം അസ്ലം ഈ ഇതിന് കൂട്ടുനിന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കാമെന്നും പോലീസ് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും റഹീം അസ്ലം പോലീസിന് നിലവിൽ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളുമായി ഇൻസ്റ്റഗ്രാം വഴിയാണ് ബന്ധമുണ്ടായിരുന്നത്. അങ്ങനെ പരിചയപ്പെട്ട സുഹൃത്തുക്കളായതാണ്. വീട്ടിലൊരു തർക്കത്തിൻ്റെ പേരിൽ തങ്ങൾ നാട് വിട്ടു പോവുകയാണ് എന്ന് റഹീം അസ്ലമോട് ഈ പെൺകുട്ടികൾ പറഞ്ഞു. പക്ഷേ അങ്ങനെ നാട് വിട്ടു പോകരുത് എന്ന് പലതവണ താൻ വിലക്കി. പക്ഷേ വിലക്ക് മറികടന്നുകൊണ്ടും തങ്ങൾക്ക് മുംബൈ കാണുമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടും ഈ പെൺകുട്ടികൾ മുംബൈയിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ആവശ്യമുണ്ട്. അതെന്തായാലും പെൺകുട്ടികളെ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ പൂർണ്ണമായി ഒരു വ്യക്തമായ ഉത്തരത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും പെൺകുട്ടികൾ ഛത്രപതി ശിവജി ടെർമിനലിന്റെ തൊട്ടടുത്തുള്ള ഒരു സലൂണിലെത്തി അവിടെ നിന്ന് മുടി മുറിക്കുകയും മുടി സ്ട്രെയിറ്റൻ ചെയ്യുകയും എല്ലാം ചെയ്തതായി സലൂൺ ഉടമ സ്ഥിരീകരിച്ചിട്ടുണ്ട്.